സ്കൂൾ വേനലവധി മാറ്റണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിന് പിന്തുണയുമായി സമസ്ത എത്തിയത് ദുരൂഹം. ലക്ഷ്യം സംസ്ഥാനത്തെ ഓണാഘോഷം അട്ടിമറിക്കലും ഓണാവധി വെട്ടിക്കുറയ്ക്കലുമെന്നും ആരോപണമുയരുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിലിരുത്തിയാണ് കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വേനലവധി മാറ്റുന്നതിനെ അനുകൂലിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വേദിയിലിരുത്തിയാണ് കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വേനലവധി മാറ്റുന്നതിനെ അനുകൂലിച്ചത്. ചൂട് കൂടുന്ന മെയ് മാസവും മഴ കൂടുതലുള്ള ജൂൺ മാസവും സ്കൂളുകൾക്ക് അവധി നൽകണമെന്നും വർഷത്തിലെ 3 പരീക്ഷകൾ 2ആയി ചുരുക്കാമെന്ന അഭിപ്രായവും മുന്നോട്ട് വെച്ചു. മർക്കസിലെ കെട്ടിട ഉദ്ഘാടന വേദിയിലായിരുന്നു കാന്തപുരത്തിന്റെ നിർദ്ദേശങ്ങൾ. 1100 മണിക്കൂർ അധ്യയനം നടക്കാനാണ് ഹൈസ്കൂളുകളിൽ അരമണിക്കൂർ വർദ്ധിപ്പിച്ചത്. ഇതിനെതിരെ സമസ്ത രംഗത്ത് വരികയും ചെയ്തിരുന്നു. വലിയ എതിർപ്പും ഉന്നയിച്ചു. മാത്രമല്ല, ഓണം ക്രിസ്മസ് അവധിക്കാലം സ്കൂൾ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് വേനലവധി മാറ്റാൻ വിദ്യാഭ്യാസ മന്ത്രിയും പിണറായി സർക്കാരും ആലോചനകൾ ആരംഭിച്ചത്. വേനലവധി മാറ്റുന്നതോടെ ഓണപരീക്ഷയും ഓണാവധിയും വെട്ടിക്കുറയ്ക്കാം. മെയ് ജൂൺ മാസങ്ങളിൽ അവധിയായാൽ ജൂലൈയിലെ സ്കൂൾ തുറക്കാൻ ആകൂ. 2 പരീക്ഷ തന്നെ ഇല്ലാതാകും. പിന്നാലെ 10 ദിവസം അവധി എന്നത് ഉത്രാടം മുതൽ ചതയം വരെ 4 ദിവസം മാത്രമാക്കാം. ഇതോടെ രാവിലത്തെ 15 മിനിറ്റ് അധിക പഠനമെന്നത് ഒഴിവാക്കാനും കഴിയും. ഇതിനുള്ള നീക്കമാണ് വേനലവധി മാറ്റാനുള്ള ചർച്ചകൾക്ക് പിന്നിലെന്നാണ് ആരോപണം. ജനം, തിരുവനന്തപുരം.